വെറ്റ് നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സങ്കല്പം 20-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. 100 വർഷം മുമ്പ് അത് ഇല്ലാതായതാണ്. അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളിലും വേറൊരാളുടെ മുലപ്പാൽ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. മറുനാടൻ മലയാളി മാമാ ഷാജൻ പറയുന്ന ഡയലോഗുകളാണ് കേട്ടോ. അതായത് ഇടുക്കിയിലുള്ള സജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വൈഫ് ഈ വയനാട്ടിൽ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടായിരുന്നു, ഒരു കമൻറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മാമാ ഷാജൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ. ക്രോസ് നഴ്സിംഗ് എന്നാണ് ഞാൻ നോക്കിയിട്ട് മനസ്സിലായത് കേട്ടോ. അത് അമേരിക്കയിൽ ബാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണത്. അതുകൊണ്ട് ഭയങ്കര അപകടങ്ങൾ സംഭവിക്കുന്ന രീതിയിലാണ് പുള്ളി ഉണ്ടാക്കി വിടുന്നത്. പുള്ളിക്ക് ഇവിടുന്ന് അറിവ് കിട്ടിയെന്ന് വെച്ചാൽ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഗൂഗിളിൽ നോക്കി ഇപ്പോൾ കിട്ടിയതാണ്. ഈ ഗൂഗിളിലും വാട്സപ്പിലും നോക്കി വിവരങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുള്ള വാട്സപ്പ് മാമന്മാരാണോ ഒരു മീഡിയ ചാനൽ നടത്തുന്നത് ഉത്തരവാദിത്തപരമായിട്ട്? പുള്ളി കണ്ടെത്തിയ വലിയൊരു കാര്യം അത്. ഞാൻ ഈ നാട്ടിലുള്ള എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സിലും അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടെത്തിയിട്ടില്ല. അമേരിക്ക നിരോധിച്ചതാണെന്നോ ഇത് ഭയങ്കര അപകടകരമാണ്, ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊന്നും ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഷാജൻ എവിടെ നോക്കിയെന്നുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനകത്തുള്ള ഹെൽത്ത് റിസ്കുകൾ എന്ന് പറയുന്നത്, അതായത് എന്തെങ്കിലും പകർച്ചവ്യാധിയുള്ള അമ്മമാരാണ് മറ്റൊരു കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നെങ്കിൽ അതുവഴി ആ മുലപ്പാൽ വഴി അസുഖം പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അൺഹൈജീനിക് ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പകരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് സാധാരണ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിനുവേണ്ടി അമേരിക്കയിലുള്ള ഏതോ ഒരു നേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു പുള്ളിക്കാരി ഒന്നും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ സംസാരവും അവരുടെ നിലപാടും കണ്ടിട്ട് ഈ മാമാ ഷാജൻ്റെ ആരോ ആണെന്ന് തോന്നുന്നവർ ആ ഒരു രീതിയിൽ അവരുടെ സംസാരം. അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല, ഫ്രാൻസിലല്ല, എവിടെയാണെങ്കിലും എവിടെ താമസിച്ചാലും എവിടെ എന്നാ ജോലി ചെയ്താലും ഇവിടുത്തെ ഒരു പ്രത്യേക കൾച്ചറും ഒരു ഉളത്തരവും ഒരു മണ്ടം വിശ്വാസങ്ങളൊക്കെ ആയിട്ട് എവിടെ പോയിരുന്നാലും ഒരേ ലെവലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും. അത് ഈ പറയുന്ന ഈ പ്രസ്തുത വീഡിയോയിൽ ആ നേഴ്സിൻ്റെ സംസാരം കേട്ടാലേ അറിയാം അവരുടെ ഒരു പരട്ട ചിന്താഗതി. അവർ പറയുന്ന കാര്യങ്ങൾ അതാണ് വലിയ കാര്യമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഒരാൾ അവതരിപ്പിച്ചത്തേക്കും അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, എന്നാൽ അത് ചെയ്തുകൂടാ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എവിടുന്ന ഈ വിവരങ്ങൾ ഇയാൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് എവിടെയാണ് കണ്ടതാണ്, ആരാണ്ട് പറഞ്ഞെന്ന്. അതിനെപ്പറ്റി ശരിക്കും നോക്കാൻ പോലും ഇയാൾ തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം. അന്വേഷിക്കാൻ അയാൾ തയ്യാറായില്ല. എന്നിട്ട് അത് വലിയൊരു സ്റ്റോറി ആയിട്ട് പുള്ളിയുടെ അവതരിപ്പിച്ചേക്കുക. മറുനാടൻ മലയാളി എവിടെ എന്നാ കാസോട്ടാലും പുള്ളി അതിനകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കും. പുള്ളിക്ക് അതുണ്ടാക്കിയില്ല. പുള്ളിക്ക് ഒരു സമാധാനം ഇല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. 20th സെഞ്ചുറിയിലൊക്കെ ഉണ്ടായിരുന്നു. 20th സെഞ്ചുറി കഴിഞ്ഞ് 21st സെഞ്ചുറി ആയി കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തി. ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഇനി ആരെങ്കിലും ഒരാൾ ചാറ്റ് GPT-യിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക, പട്നാ സിംഗ് അമേരിക്ക ബാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. ഇനി ഇയാൾക്ക് മാത്രം എടുത്ത് കിട്ടിയ സാധനം. നിങ്ങൾ തയ്യാറായത് നന്നായി, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്, പക്ഷെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞ് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നേക്കുന്ന ഒരു ഊച്ചാളി. ഇവരൊക്കെ കണ്ടുപിടുത്ത മാധ്യമ പ്രവർത്തനം കേട്ടോ. വേറെ എല്ലാവരും പുള്ളിക്ക് ഇടി കൊടുത്തത് പണ്ടങ്ങാണ്ട് അവിടെ വെച്ച്. ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു തെറ്റാണെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തം, അവൻ്റെ ഒരു ഉണ്ടാക്ക്.